എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഫാൻറ്റസി റിലേറ്റഡ് ഡ്രാമയാണ്. ഇവരെല്ലാവരും ഒരു ഗെയിം വേൾഡിൻ്റെ അകത്താണ് ഉള്ളത്. ഇതൊന്നും ഒരു റിയാലിറ്റി അല്ല, ഒരു ഗെയിം വേൾഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു പെൺകുട്ടീനെയാണെങ്കിൽ ഈ ഗെയിമിൻ്റെ ഉള്ളിലുള്ള വില്ലനാണെങ്കിൽ കൊല്ലാൻ വേണ്ടി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ രണ്ടുപേരും വന്ന് അവളെ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒരു അടിപിടിയൊക്കെ നടക്കുകയാണ്. ആ ഒരു അടിയിൽ ഇവന് അപകടം ഉണ്ടാവുന്നുണ്ട്. ഈ വില്ലൻ്റെ പവർ യൂസ് ചെയ്ത് അവനെ കത്തി കൊണ്ട് കുത്തുകയാണ്. അതിൽ അവന് നല്ല രീതിയിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ അവൻ്റെ ബോധവും പോവുകയാണ്. ലാസ്റ്റ് ഇവരൊന്നും എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് അറിയാതെ അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇവളാണെങ്കിൽ അവന് അടുത്ത് ഓടിച്ചെല്ലുകയും അവനെ മടിയിൽ വെച്ച് കിടത്തി ഒരുപാട് കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ ആ വില്ലനെ കൊല്ലാൻ വേണ്ടി ഇവ ശ്രമിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി അവൻ്റെ തലയിൽ ഒരു കല്ല് കൊണ്ട് അടിക്കുകയും അവനെ ആ ഗെയിമിൽ നിന്നും ഔട്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവനെ താൽക്കാലികമായി രക്ഷപ്പെടുത്തുന്നത്. ഇവൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ, ഈ ഗെയിമിൽ നിന്നും ഔട്ടായി ഇവൻ റിജക്റ്റായി പോകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇനി ആ വരും എപ്പിസോഡിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡ്രാമയാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രാമയാണ്. അതുപോലെ ഓരോ എപ്പിസോഡ് നമുക്ക് നല്ല ഇൻട്രസ്റ്റിങ്ങോടുകൂടി തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.